ഫാറ്റി ലിവർ അകറ്റാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്ന പ്രകൃതിദത്തമായ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഹെൽത്ത് ബൂസ്റ്റർ ഡ്രിങ്ക്, ഒരു നാടൻ കൂട്ട്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കരിക്കിൻ വെള്ളത്തിലാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കരളിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യുന്നു. ഇത് മെറ്റബോളിസം കൂട്ടുകയും കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കരളിലെ വീക്കം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയാനും നമ്മൾക്ക് 1 സ്പൂൺ ചിയാ സീഡ് എടുക്കാം. ഈ ചിയാ സീഡ് സോക്ക് ചെയ്യുന്നത് നമ്മൾ ഈ കോക്കനട്ട് വാട്ടറിൽ തന്നെയാണ്. ഇതിലെ ഹൈ ഫൈബർ കണ്ടൻറ്റ് നമ്മളുടെ വയറ്റിലെ വിശപ്പിനെ പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഞാൻ കുറച്ച് കോക്കനട്ട് വാട്ടർ ഒഴിച്ചിട്ടാണ് നമ്മുടെ ചിയാ സീഡ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. 2-3 കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞളാണ്, അതുപോലെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും. ഏത് ഡീറ്റോക്സ് ഡ്രിങ്ക് ആണെങ്കിലും അതിൻ്റെ കൂടെ മഞ്ഞൾ എടുക്കുമ്പോൾ നമ്മൾ 1-2 കുരുമുളകും കൂടെ എടുക്കുക, അല്ലെങ്കിൽ 1 നുള്ള കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് ചേർക്കുന്നത് മഞ്ഞളിലെ കുർക്കുമിൻ ശരീരം ആഗിരണം ചെയ്യാൻ പ്രയാസമാണ്. എന്നാൽ കുരുമുളകിലെ പെപ്പറിൻ മഞ്ഞളിലെ ഗുണങ്ങൾ ശരീരം ആഗിരണം ചെയ്യാൻ 2000 മടങ്ങ് വരെ സഹായിക്കുന്നു. ഇത് നമ്മളുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുകയും മെറ്റബോളിസം കൂട്ടുകയും ചെയ്യുന്നു. ഞാൻ ഒരു ചെറിയ പുതിനയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ്നെസ് നൽകാനും നമ്മളുടെ ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. വളരെ കുറച്ചേ ഉള്ളതുകൊണ്ട് 1 സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലെ വൈറ്റമിൻ സി ഒരു മികച്ച ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. കരൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് ഇത് സംരക്ഷിക്കുന്നു. കരളിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഗ്ലൂട്ടതയോൺ എന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കാൻ ഈ നാരങ്ങ സഹായിക്കുന്നു. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ കുറച്ച് കരിക്കിൻ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾക്ക് ഒരു 200-250 ml ഒരു ഗ്ലാസ്സിൽ വേണം ഒരു നേരം കുടിക്കാൻ. ഇത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കുടിക്കുന്ന ചായയോ കാപ്പിക്കോ ഒക്കെ പകരമായിട്ട് ഇതൊരു ഗ്ലാസ് കുടിക്കാവുന്നതാണ്. വൈകിട്ട് കുടിക്കുന്നത് ഇത് അത്ര നല്ലതല്ല. നമ്മളിത് ആ ചിയാ സീഡൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഏറെ അടങ്ങിയിരിക്കുന്ന ഫ്ലാക്സ് സീഡാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും റോസ്റ്റഡ് ആണ്. നന്നായിട്ട് പൊടിച്ച 1 സ്പൂൺ ഫ്ലാക്സ് സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൽഫ ലിനോലെനിക് ആസിഡ്സ് കരളിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുകയും ഷുഗർ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇനി ചേർക്കുന്നത് 1/4 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂണിനേക്കാളും താഴെ സിനമൺ പൗഡറാണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയാൻ ഇത് സഹായിക്കുന്നു. കൊഴുപ്പ് കുറയ്ക്കാനും കരളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനും ഈ സിനമൺ പൗഡർ സഹായിക്കുന്നു. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ദിവസവും കുടിക്കുക. ഡെയിലി എക്സസൈസ് ചെയ്യുക. ഭക്ഷണം രാത്രി 7 മണിക്ക് മുൻപേ കഴിക്കുക. ഞാൻ 1 സ്പൂൺ ഹണി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾ പ്രമേഹം നിയന്ത്രിക്കാനാണ് ഇത് കുടിക്കുന്നതെങ്കിലും പൂർണ്ണമായും ഈ ഹണി ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ ഒരുപാട് മൂത്ത തേങ്ങാവെള്ളം എടുക്കാണ്ടിരിക്കുക. അതിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ സിനമൺ പൗഡർ ചേർക്കുന്നതും നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതാണ്. അത് ഒരുപാട് കുറഞ്ഞു പോകാണ്ടിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ചേർക്കുന്ന ഈ കരിക്കിൻ വെള്ളത്തിൽ ധാരാളമായി പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ BP കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. BP കുറഞ്ഞവർ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൊട്ടാഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത് കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് ആ ഒരു കരിക്കിൻ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തത് ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഗുണങ്ങളെല്ലാം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അരിച്ച് നമ്മളുടെ ചിയാ സീഡും ഫ്ലാക്സ് സീഡും സിനമൺ പൗഡറും ഒക്കെ ഉള്ള ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കുമ്പോൾ ലാസ്റ്റ് അടിയിൽ നമ്മുടെ ഫ്ലാക്സ് സീഡും ചിയാ സീഡും ഒക്കെ അടിഞ്ഞു കിടക്കും. അതുകൊണ്ട് കുടിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്തേ കുടിക്കാൻ ശ്രദ്ധിക്കുക. വേറെ ഏതെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം ഡയറ്റിൽ ചേഞ്ചസ് വരുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.